സ്വാഗതം സയന ടാരക്കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഏഞ്ചൽ മെസ്സേജ് ആയാലോ? ഇന്ന് അത് തന്നെയാണ് നമ്മുടെ ചോദ്യം. 3 കാർഡുകൾ എടുത്തുകൊണ്ട് എന്താണ് ഓവറോളായിട്ട് ഏഞ്ചൽസിന് നമുക്കിപ്പോൾ തരാനുള്ളൊരു സന്ദേശം എന്താണ് ചോദിക്കുന്നത്. അപ്പോൾ 3 കാർഡും ചേർത്തിട്ടുള്ളൊരു അർത്ഥമാണ് നമ്മളൊന്ന് വായിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡിൽ നമുക്ക് വന്നിരിക്കുന്നത് ദ 7 പില്ലേഴ്സ് ഓഫ് വിസ്ഡം എന്ന് പറയുന്ന കാർഡാണ്. 7 പില്ലേഴ്സ് ഓഫ് വിസ്ഡം അതിൻ്റെ എന്താണ് അർത്ഥമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചേഞ്ച് യുവർ ലൈഫ് ബൈ ഫോളോയിങ് ദ സ്പിരിച്വൽ ലോസ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളോട് ഇപ്പോൾ ആദ്യത്തെ മെസ്സേജായിട്ട് പറയുന്നത് നമ്മുടെ ജീവിതത്തെ മാറ്റാനാണ് പറയുന്നത്. ഇങ്ങനെ ആത്മീയമായിട്ടുള്ള അറിവുകളും ആത്മീയമായിട്ടുള്ള നിയമങ്ങളും പാലിച്ചുകൊണ്ട് എന്നുള്ളത്. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ ലവ് ഓഫ് ആനിമൽസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് എന്നുള്ളത്. ഇതിൽ നമുക്ക് കണ്ടറിയാൻ പറ്റും ഒരുപാട് ആനിമൽസ് ഉണ്ട്. എന്താണ് ഈ കാർഡിലെ സന്ദേശം വെച്ചാൽ ലേൺ ഫ്രം ആനിമൽസ് ആൻഡ് പ്രാക്ടീസ് ഹാംലെസ്നെസ് എന്നാണ്. ലേൺ ഫ്രം ദി ആനിമൽസ് ആൻഡ് പ്രാക്ടീസ് ഹാംലെസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലതും മൃഗങ്ങളെ കണ്ടുപഠിക്കണം എന്നാണ് പറയുന്നത്. മൃഗങ്ങളെ കണ്ടുപഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, മൃഗങ്ങൾ എന്ന് പറയുന്നത് മുൻകാലങ്ങളെക്കുറിച്ച് ഓർക്കാറുമില്ല, ഭാവിയെക്കുറിച്ച് ചിന്തിക്കാറില്ല. അവർ മൊമെൻറ്റ് പ്രസൻറ്റിലാണ് ജീവിക്കുന്നത്, മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക, കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചതുകൊണ്ടോ വരാനുള്ളതിനെക്കുറിച്ച് ആങ്സൈറ്റി ആയതുകൊണ്ടോ കാര്യമില്ല. ഇപ്പോഴത്തെ മൊമെൻറ്റ് ഇതിലാണ് സത്യം എന്ന് അതിൽ വിശ്വസിക്കാനാണ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ പ്രസൻസ് എന്ന് പറയുന്ന കാർഡാണ് എന്നുള്ളത്. പ്രസൻസ് എന്ന് പറയുന്നത് റിമെയിൻ അവെയർ അറ്റ് ഓൾ ടൈംസ് ഉള്ളതാണ്. അപ്പോൾ ഇതൊരു വാർണിംഗ് ആണ്, അതായത് ബി അലേർട്ട് എന്നുള്ളതാണ്. അപ്പോൾ 3 കാര്യങ്ങൾ ഇന്ന് ഏഞ്ചൽസ് നമ്മളോട് പറയാനുള്ളത് ഓവറോളായിട്ട് നമ്മൾ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പോൾ നമ്മളോട് കുറച്ച് ആത്മീയതയാവാനാണ് പറയുന്നത്. 2 നമ്മളോട് ആനിമൽസ് കണ്ടുപിടിക്കാൻ. ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒരുപാട് ഓവറായിട്ട് ടെൻഷനോ എക്സൈറ്റ്മെൻറ്റോ ഒന്നും ആവശ്യമില്ല, ഒരു മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുക. 3 എന്ന് പറയുന്നത് വളരെ അലേർട്ടായിരിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ആനിമൽസ് ആർ വെരി അലേർട്ട്. അതേപോലെ തന്നെ നമ്മൾ ആത്മീയ നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. അതേപോലെ നല്ലത് ചെയ്താൽ നല്ലത് വരും, മോശം ചിന്തിച്ചാൽ മോശം വരും. ഇതെല്ലാം വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ നല്ലത് കൊടുത്താൽ നമ്മൾ കൊടുത്ത ആൾക്കല്ല വേറെ ആൾ നമുക്ക് നല്ലത് വരും. അതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മെസ്സേജാണ് ഇന്ന് ഏഞ്ചൽസിൽ തരാനുള്ളത്. കുറച്ച് ഹെവി മെസ്സേജാണ്. അതുകൊണ്ട് താങ്കളൊന്ന് ഇത് കേട്ടതിന് ശേഷം ഒരു സെക്കൻഡ് ഒന്ന് തിങ്ക് ചെയ്യുക, അതിനുശേഷം ഈ മെസ്സേജ് ആക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് ഇന്ന് ഏഞ്ചൽസിന് താങ്കളോട് പറയാനുള്ളത്. എന്തായാലും ബി അലേർട്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ചെയ്യുമ്പോൾ കാര്യങ്ങൾ വളരെ അടുത്ത ദിവസങ്ങളിൽ സൂക്ഷിച്ച് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അടുക്കളയിൽ നമ്മൾ കുക്കിങ്ങിലാണെങ്കിലും ശരി, വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും ശരി, നമ്മൾ ക്രയവിക്രയം നടത്തുമ്പോഴാണെങ്കിലും ശരി, ജോലി സ്ഥലത്താണെങ്കിലും ശരി, എന്ത് കാര്യത്തിലും കുറച്ച് ശ്രദ്ധയാവാനും പറയുന്നുണ്ട്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.